എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻടു മെക്കാനിക്കൽ എനർജി. അതെങ്ങനെ മെക്കാനിക്കൽ എനർജി ആവാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതുണ്ടല്ലോ, ഈ ഹാൻഡ് പീസിന്റെ ഉള്ളിൽ പീസോ ക്രിസ്റ്റൽ സ്റ്റാക്കാണ് ഉണ്ടാവുക. അപ്പൊ ഈ പീസോ ക്രിസ്റ്റൽ എന്താ ഉണ്ടാക്കും? അൾട്രാസോണിക് വേവ്സ് ഉണ്ടാക്കും. ഈ അൾട്രാസോണിക് വേവ്സ് ആണ് നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ നമ്മൾ ടിഷ്യൂ ഇതുണ്ടോ, ഇത് ജോ ആണ്. ഇതിന് ആക്ച്വലി ഇത് ഇല്ലെങ്കിലും നമുക്ക് കട്ടിങ് നടക്കും. പക്ഷെ ഇത് പിടിച്ചു കഴിഞ്ഞാലേ നമുക്ക് ടിഷ്യൂ കൃത്യമായിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കാണുന്ന ഈ ബ്ലാക്ക് ടിപ്പ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഈ ഹാൻഡ് പീസിലുള്ള പീസോ ക്രിസ്റ്റലിലേക്ക് ഇലക്ട്രിക്കൽ എനർജി വരും. ആ പീസോ ക്രിസ്റ്റൽ എന്ത് ചെയ്യും? നമ്മൾ അൾട്രാസോണിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ടിപ്പ് നന്നായിട്ട് ഫാസ്റ്റ് ആയിട്ട് ഫോർവേഡും ബാക്ക്വേർഡും നന്നായി സ്പീഡിൽ മൂവ് ചെയ്യും. അതായത് നമ്മളെ ഹാൻഡ് പീസ് ഉണ്ടാക്കുന്ന പീസോ ക്രിസ്റ്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് 55.5 കിലോ ഹെർട്സ് ആണ്. അതായത് ഒരു മിനിറ്റിൽ 3.3 മില്യൺ ടൈംസ് എന്താവും ഈ ടിപ്പ് മൂവ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ എന്താണ് മെക്കാനിക്കൽ എനർജിയിലേക്ക് എങ്ങനെയാണ് എത്തിയെന്ന് മനസ്സിലായോ? അതായത് ഇലക്ട്രിക്കൽ എനർജിനെ നമ്മൾ ഈ പീസോ ക്രിസ്റ്റലിന്റെ സഹായത്തോടു കൂടി ഈ മെക്കാനിക്കൽ ആക്ഷൻ ഉണ്ടാവും. അപ്പൊ എങ്ങനെ സംഭവിക്കാന്ന് വെച്ചാൽ, ടിഷ്യൂ ഇവിടെ വെച്ചിട്ട് നമ്മൾ ടിഷ്യൂ ഇവിടെ വെച്ചു, എന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എനർജി ഇത് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും, ഇത് ഇവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അപ്പൊ എന്താവും? സ്വാഭാവികമായിട്ട് ഇത് നമ്മളെ ഇവിടെ ടിഷ്യൂല് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ ടിഷ്യൂലുള്ള പ്രോട്ടീനെ ഡീനാച്ചുറേഷൻ ചെയ്യും. ഡീനാച്ചുറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊയാഗുലം പ്രൊഡ്യൂസ് ആവും. അങ്ങനെ ആ ഭാഗം സീലാവും. എന്നിട്ട് കുറച്ചേരം കൂടെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ എന്താവും? ഇത് ഒരുപാട് മൂവ് ചെയ്ത് നമ്മളെ എവിടെയാണ് ഈ ജോ ഉള്ളത് ആ ജോയിലേക്ക് എത്തും. അപ്പൊ ഈ ജോ ഗ്രിപ്പ് കിട്ടാനും ഇത് ഫാസ്റ്റിംഗ് മൂവ്മെന്റ് ആണ്. ഇത് മൂവബിൾ പാർട്ടാണ്, ഇത് പെർമനന്റ് സ്റ്റേബിൾ പാർട്ടാണ്. അപ്പൊ നമ്മൾ വെച്ചതിന് ശേഷം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ പാർട്ടിനിടെ ഇത് മൂവ് ചെയ്ത് ഇവിടെ വന്ന് കൃത്യമായി ടച്ച് ചെയ്യും. ഇനി ഇത് ഇല്ലെങ്കിൽ പോലും നമുക്ക് കട്ടിങ്ങിന് ഇത് യൂസ് ചെയ്യാം. പിന്നെ അപ്പൊ നമ്മൾ ചോദിക്കും വെസൽ സീലർ ആയിട്ട് അപ്പൊ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ബ്ലീഡിംഗ് ഇല്ലാണ്ട് നമുക്ക് ഡിസെക്ഷൻ ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. വെസൽ സീലറിന് ഇതേപോലെ മെത്തേഡ് ആണെങ്കിൽ പോലും അതിൽ ഉപയോഗിക്കുന്നത് റേഡിയോ ഫ്രീക്വൻസി കറണ്ട് ആണ്. ഇതില് അൾട്രാസോണിക് എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലെങ്ങനെയെന്ന് വെച്ചാൽ, റേഡിയോ ഫ്രീക്വൻസി എന്ത് ചെയ്യും? 2 ടിപ്പിലൂടെ പാസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ മേലെയും ടോപ്പിലും രണ്ടിന്റെ ഇടയിലൂടെ ടിഷ്യൂന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യും. എന്നിട്ടാണ് അവിടെ സീൽ ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് മാത്രമാണ് ആക്ഷനായിട്ട് മെക്കാനിക്കൽ ആക്ഷൻ വഴി നമ്മളെ ഇതിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുക. അത്യാവശ്യം ഹീറ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഹീറ്റ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. നമ്മളെ ബോഡിയിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇത് ഒരിക്കലും ആക്ടിവേറ്റ് ചെയ്യരുത്, നന്നായിട്ട് കൊള്ളും. അപ്പം അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിത് സൈഡെക്സിൽ, അതായത് റീയൂസ് ചെയ്യുന്ന സമയത്ത് സൈഡെക്സിലാണ് ഇട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഐഡന്റിഫിക്കേഷൻ. ഒരുപാട് തവണ നമ്മൾ റീയൂസ് ചെയ്യുന്ന സാധനം സൈഡെക്സിൽ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെറിയ ഇലക്ട്രോണിക്സ് ബോർഡുകളുണ്ട്, അത് പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഡന്റിഫിക്കേഷൻ കൃത്യമായി കിട്ടൂല. ഇനി കിട്ടിയാൽ തന്നെ എന്ത് സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ, ഈ 2 സ്വിച്ച് ഇവിടെ എന്താണ്ടാവും, ആൻഡ് ആക്ടിവേഷനുള്ള 2 സ്വിച്ച് ഉണ്ടാവും. ഈ സ്വിച്ചുകൾ തമ്മിൽ ഷോർട്ടായിരിക്കും. അത് നമുക്ക് പിന്നെ ഒരു എന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം, ഒരു കുറുക്ക് വഴിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സിൽ പോയിട്ട് ഈ ഫുട്ട് ആൻഡ് ഹാൻഡ് ആക്ടിവേഷൻ ഒഴിവാക്കിയിട്ട് ഫുട്ട് ഓൺലി ആക്ടിവേഷൻ ആക്കുക. എന്താ ഫുട്ട് ആക്ടിവേഷൻ. അപ്പൊ എന്താണ്? ഇവിടുത്തെ ഷോർട്ട്, ഈ സ്വിച്ചുകൾ ഷോർട്ട് ആണെങ്കിലും നമുക്ക് മെഷീൻ ഫുട്ട് ആക്ടിവേഷൻ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഈ പ്രോബ് നമ്മൾ റീയൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പുറത്തുള്ള രാജ്യത്തൊക്കെ ഇത് സിംഗിൾ യൂസ് ആണ് എങ്കിൽ പോലും നമ്മളെ രാജ്യത്ത് നമുക്ക് സിംഗിൾ യൂസ് ചെയ്ത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പൊ നമുക്ക് സിംഗിൾ യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിത് കൃത്യമായിട്ട് നമുക്ക് സ്റ്റെറൈൽ ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള മാർഗം എന്ന് വെച്ചാൽ, കേസ് കഴിഞ്ഞാൽ ഇവിടെ ടിപ്പ് കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ETO സ്റ്റെറിലൈസേഷനോ പ്ലാസ്മ സ്റ്റെറിലൈസേഷനോ ആണ് ഏറ്റവും കൃത്യമായ രൂപം. പിന്നെ ഇതിന്റെ ഹാൻഡ് പീസിൽ കൗണ്ട് ഉണ്ട്, അത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഹാൻഡ് പീസിന്റെ കൗണ്ടില് എങ്ങനെയാണ് ഇത് കൗണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ 100 ആക്ടിവേഷൻ എന്നാണ് അവർ പറയുന്നത്, കമ്പനി പറയുന്നത്. അപ്പൊ ഈ 100 ആക്ടിവേഷൻ ഉദ്ദേശം എന്ന് വെച്ചാൽ,
10 ടൈംസ് ആക്റ്റീവ് ചെയ്യുമ്പോൾ ഒരു കൗണ്ട് ആയിട്ടാണ് കൂട്ടുക. നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞു, ആക്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആക്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 10 ടൈംസ് നമ്മൾ എന്ത് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കൗണ്ട് ആയിട്ട് കൂട്ടുക. അങ്ങനത്തെ 100 കൗണ്ടാണ് നമുക്ക് ഈ ഒരു ഹാൻഡ് പീസ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. അത് പിന്നെ ഈ ജെൻ 11 ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു പ്രോബ് ഉണ്ട്. അതായത് ഇതിപ്പോ ഈ അഡാപ്റ്റർ കണക്ട് ചെയ്താൽ നമുക്ക് ഇത് അൾട്രാസൗണ്ട് എനർജി ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഈ കണക്ടർ ഊരിയിട്ട് ഇവിടെ ഇത് വരുന്ന എൻസീലി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പണ്ട്, അല്ലെങ്കിൽ കൊവിഡിയന്റെ പ്രോബ് ഇല്ലേ, വെസൽ സീലർ ഇല്ലേ, അതേപോലെ നമുക്ക് ഇതിന് അനുസൃതമായിട്ടുള്ള ഒരു പ്രോബ് ഉണ്ട്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെസൽ സീലർ യൂസ് ചെയ്യുന്നില്ലേ, അതേപോലെ റേഡിയോ ഫ്രീക്വൻസി കറണ്ട് വെച്ചിട്ട് നമുക്ക് വെസൽ സീലിംഗ് നടക്കും. അത് കാണിച്ചു തരാൻ എൻ്റെ കയ്യിൽ പ്രോബ് ഇല്ല. പക്ഷെ ഇപ്പം ഇനി അടുത്ത നിങ്ങൾക്ക് സജഷന് ഏതെങ്കിലും മെഷീൻസ് ഉണ്ടെങ്കിൽ, എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള മെഷീൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ചെയ്തു തരും.